സൈലം ലേണിംഗ് ശ്രുതി ടീച്ചറാണ്, മലയാളമാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും പരീക്ഷ തിരക്കിലാണ് എന്ന് ടീച്ചർക്ക് അറിയാം. പരീക്ഷയ്ക്ക് വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ സമയത്ത് നോക്കി നടക്കാറല്ലേ. ടീച്ചർ അതുപോലുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ പരീക്ഷയിലും സാധാരണ കാണുന്ന, അത് മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ, സാധാരണ കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു ചിത്രം തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ചിത്രത്തെ വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ വിശകലനം ചെയ്യുക അല്ലെ. ഒരു ചിത്രം കാണുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ആ ചിത്രം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അല്ലെ. ഇപ്പോൾ പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാവാം. അപ്പൊ പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. ഒരു ചിത്രം സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ നമ്മളും ഞാനും നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യം അല്ലെ. അതെന്താണെന്ന് വെച്ചാല്, ഒന്ന് ചിത്ര വിശകലനം എന്ന രീതിയിലാണ് ചോദ്യം വരാറ്, അല്ലെങ്കിൽ കാർട്ടൂൺ വിശകലനം. ഒന്നുകിൽ ചിത്ര വിശകലനമായിരിക്കും, അല്ലെങ്കിൽ കാർട്ടൂൺ വിശകലനമായിരിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇത് കാണുമ്പോൾ തലയിൽ കയ്യെല്ലാം കൊടുത്ത് അയ്യോ ഇതെങ്ങനെ എഴുതും എന്നൊന്നും ആരും വിചാരിക്കേണ്ട. വളരെ വൃത്തിയില് ഭംഗിയില് എഴുതാൻ പറ്റും കേട്ടോ. ഈ ഒരു പരീക്ഷയ്ക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ പോലും തുടർന്നുള്ള പരീക്ഷകളിലൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരിക. കാരണം പാഠഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെക്കാൾ പുറത്തു നിന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാറേ. അപ്പോ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്നെ കാണുന്ന പല മക്കളും ഉണ്ടാവും അല്ലേ. അതില് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് പോകേണ്ട കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു ഓഫർ നിലവിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ? സൈലത്തിൽ ഒരു എജു ഫെസ്റ്റ് ഓഫർ നടക്കുന്നുണ്ട്. അതിൽ 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് യോധ ബാച്ചില് ഓഫർ ഉണ്ട്. 10% ആണ് ഓഫർ കേട്ടോ. 3 ടൈപ്പ് അല്ലെങ്കിൽ 3 പ്ലാനുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ബാച്ചിലുള്ളത്. അതായത് ഈ ബേസ് പ്ലാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇൻഫിനിറ്റി പ്ലാനിലും ജോയിൻ ചെയ്യാം, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന പ്ലാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ 6ാം ക്ലാസ്സിലേക്കുള്ള 7ാം ക്ലാസ്സിലേക്കും 6ാം ക്ലാസ്സിലേക്കുള്ള ബാച്ചിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെയും പ്രത്യേകത ഒന്നാണ്, പക്ഷേ ക്ലാസ്സുകൾ ഡിഫറെന്റ് ആവുന്നു എന്നുള്ളതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ബേസ് പ്ലാനിലാണ് നമ്മൾ ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, പ്ലസ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെ. അതിനുശേഷം ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പ്ലാൻ എന്താണ്, ഒരു പേൾ വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ യൂണിറ്റിന്റെയും ഓരോ ചാപ്റ്ററിന്റെയും പേൾ വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണണ്ട എന്നുള്ളതാണെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോയിലൂടെ കാര്യം അറിയണം എന്നുള്ളതാണെങ്കിൽ ആ പേൾ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന, എന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങൾ നീറ്റ് ജെഇ എൻട്രൻസ് അല്ലെ എഴുതാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ മാത്സിലും സയൻസിലും ഒക്കെ നല്ലൊരു ബേസ് വേണം എന്നുള്ളതാണ്. സോ ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫാൽക്കൺ ബാച്ച് അവിടെ അവൈലബിൾ ആണ്. അതാണ് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഫീസുകൾ തമ്മിൽ. സോ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രോയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫാൽക്കൺ ബാച്ചും കൂടെ കിട്ടും. അതുപോലെ ഇൻഫിനിറ്റിയിലാണെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള പേൾ വീഡിയോ അവിടെ ഉണ്ടായിരിക്കും. പ്ലസ് ഓരോ അപ്കമിങ് ബാച്ചിന്റെയും ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്കമിങ് ബാച്ച് എന്ന് പറയുമ്പോൾ എൻഡ് ഗെയിം ബാച്ച് ഉണ്ടാവും. അതുപോലെ പുതിയതായിട്ട് ബാച്ച് ആവുന്ന സമയത്ത് അതിന്റെ ഒരു ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഇൻഫിനിറ്റിയുടെ പ്രത്യേകത കേട്ടോ. പിന്നെ ഒന്ന് നോർമൽ ഒരു ബേസ് പ്ലാൻ, നോർമലായിട്ട് പഠിച്ചു പോയാൽ മതി എന്നുണ്ടെങ്കിൽ ബേസ് പ്ലാൻ. അപ്പോ 8ാം ക്ലാസ്സിലെ മക്കളെ 8ാം ക്ലാസ്സിലേക്ക് പോകുന്നവരെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലേക്ക് പോകുന്നവര് ഇതേ ഫീച്ചേഴ്സ് ഉള്ള അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. പിന്നെ എന്താണ്, 6ാം ക്ലാസ്സിലേക്ക് പോകുന്നവരാണെങ്കിൽ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ എജു ഫെസ്റ്റ് ഓഫർ നടക്കുന്നുണ്ട്, 10% ഓഫറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാച്ച്, ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ ഗിവ് അവേ ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോ ആരും ലേറ്റ് ആക്കരുത്. 9995400800 എന്ന് പറയുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. വളരെ 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 കോമൺ ആയിട്ട് ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാനേ പറ്റാത്ത ഒരു കാലത്താണ് അല്ലെ. നിങ്ങളിപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ഇന്റർനെറ്റിന്റെ സാധ്യത ഉപയോഗിച്ച് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാധ്യത ഉപയോഗിച്ചിട്ട് നമുക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അത് മിസ്യൂസ് ചെയ്തിട്ട് അതൊരു മോശം കാര്യത്തിലേക്ക് നമുക്ക് അതിനെ കൊണ്ട് ചെന്നെത്തിക്കാം. ഇവിടെ നോക്ക്, ഒരമ്മ പറയാണ്,
മൊബൈൽ ഭൂതമേ, സ്കൂള് തുറന്നു, ഇനിയെങ്കിലും എന്റെ കുഞ്ഞിനെ തിരിയെത്താ, ഇനിയെങ്കിലും എന്റെ കുഞ്ഞിനെ തിരിയെത്താന്ന്. അപ്പൊ മൊബൈലിനൊരു ഭൂതമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പണ്ട് ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന് പറയുന്ന ഒരു കവിതയില് നങ്ങേലിയുടെ കുഞ്ഞായ ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഭൂതമുണ്ട്. അതുപോലെയാണ് ഇന്നത്തെ കാലത്ത് ഈ ഉണ്ണിയെ, ഈ അമ്മയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഒരു ഭൂതമായിട്ടാണ് മൊബൈലിനെ അമ്മ കണക്കാക്കിയിരിക്കുന്നത് അല്ലെ. മൊബൈൽ ഭൂതമേ, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചതാന്ന് പറയുന്നു. അപ്പൊ ഭൂതം എന്താ പറയുന്നത്, മൊബൈൽ എന്താ പറയുന്നത്? പറ്റില്ല, വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കോ അല്ലെ. കുട്ടികൾ അത്രയും മൊബൈൽ ഫോണില് അഡിക്റ്റ് ആയി പോയി. ഇതിന്റെ കുറെ ദൂഷ്യഫലങ്ങൾ ഉണ്ട് കേട്ടോ മക്കളെ. മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും ദേഷ്യം പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഒരുപാട് ടാലന്റ് ഉള്ള, ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കഴിവുകളെ ഒന്നും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഈ മൊബൈലിനോടുള്ള അഡിക്ഷൻ നമ്മളെ സമ്മതിക്കില്ല. നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയം മാത്രമാണ് നമുക്ക് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിപ്പോ ഇതൊക്കെ മൊബൈൽ ഫോണിന്റെ കുറച്ച് ദോഷഫലങ്ങളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. കുറച്ച് അത് റീൽസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റുള്ള റീൽസ് ആയിരിക്കും. ആ ഒരു മിനിറ്റ് സമയം മാത്രമാണ് നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും ആ റീലിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാലും കേട്ടോ. അപ്പോ കാണണ്ടെന്നല്ല, പക്ഷെ അതിനൊരു ടൈം നിങ്ങൾ നിശ്ചയിക്കുക കേട്ടോ. അപ്പൊ ഒന്നതാണ്. പിന്നെ മൊബൈൽ ഫോണിന്റെ ഒരു ഗുണത്തെ പറ്റി ഞാൻ പറയട്ടെ. ഈ ചേട്ടന്റെ മകന് ഒരു സർജറി വേണമായിരുന്നു, ഒരു ഓപ്പറേഷൻ വേണമായിരുന്നു. അപ്പോ ഇദ്ദേഹം പറയാണ്, ഇത്ര പെട്ടെന്ന് മോന്റെ ഓപ്പറേഷന്റെ പണം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയില്ല, ഒരുപാട് നന്ദിയുണ്ട്. ഇദ്ദേഹം എന്താ പറയുന്നത്, ഇത്ര പെട്ടെന്ന് മകന്റെ ഓപ്പറേഷനുള്ള പണം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയില്ല, നന്ദിയുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹം ഒരാള് എല്ലാം നോക്കി എല്ലാം ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ടാവും അല്ലെ, നാട്ടിലായാലും. അപ്പോ സമൂഹത്തിൽ അങ്ങനെ ഒരാളുണ്ടാവും. അപ്പൊ അവരൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. ചിലര് നന്മ മരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കുറെ ആളുകളുണ്ട് അല്ലെ. അപ്പൊ പറയാണ്, നന്ദി പറയേണ്ടത് എന്നോടല്ല, അതിന് സഹായിച്ച നവമാധ്യമങ്ങളോടാണ്. നവമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ അല്ലെ. അങ്ങനെ അതിലൂടെയൊക്കെ എന്താണ് മെസ്സേജുകൾ പാസ് ചെയ്യാണ്. ഇന്നയാളുടെ അല്ലെങ്കിൽ ഇവിടെ ഇന്ന ഒരു യുവാവിന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്, അതിന് ഇത്ര രൂപ വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പണം കണ്ടെത്താൻ. എത്ര പെട്ടെന്നാണല്ലേ ഒരുപാട് പണം പല സ്ഥലത്തു നിന്നും അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണവും ദോഷവുമുള്ള ഒന്നാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് മുഴുവൻ പറഞ്ഞത് ഇതിന്റെ ദോഷാണ്. ഞാൻ മുഴുവൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, എന്ത് വന്നാലും, അതായത് മൊബൈൽ ഫോണായിട്ട് എന്ത് വന്നാലും ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാം അല്ലെ. ഗുണം, അപ്പൊ ഗുണവും ദോഷവുമുള്ള ഒന്നാണ് മൊബൈൽ ഫോൺ. അപ്പൊ ഈ 2 ചിത്രത്തെയും വിശകലനം ചെയ്ത് നിങ്ങൾ എഴുതാം. ഈ കാർട്ടൂണിനെ ഒന്ന് വിശകലനം ചെയ്ത് ഈ ചിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഇത് ഈ ചിത്രത്തിന് വേണ്ടി മാത്രമല്ല, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാം. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും ഇന്ന് കഴിയില്ല. ആധുനിക ലോകത്തെ അത്രയ്ക്ക് അവിഭാജ്യ ഘടകമായി മാറിയ ഒന്നാണ് മൊബൈൽ ഫോൺ. ഈ 2 ചിത്രങ്ങളും സംവദിക്കുന്നത് മൊബൈൽ ഫോൺ ഇന്നത്തെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ പറ്റിയാണ്. എന്നാൽ ആദ്യ ചിത്രത്തിൽ മൊബൈലിനെ ഒരു ഭൂതമായി കാണുന്ന അമ്മയുടെ ചിത്രമാണ്. മൊബൈൽ ഭൂതത്തോട് തന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ കെഞ്ചുന്ന അമ്മ. മൊബൈലിന്റെ മുകളിൽ കയറിയിരിക്കുന്ന കുഞ്ഞ്, ഇല്ല തരില്ല, വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ വേണമെങ്കിൽ വന്ന് കുഞ്ഞിനെ കണ്ടുപോയിക്കോ എന്ന് മൊബൈലിന്റെ മറുപടി. ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ വരെ ഇന്ന് അടിമയായി മാറുന്നു, മൊബൈലിന്റെ അടിമയായി മാറുന്നു എന്ന സൂചന നൽകുന്നതാണ് ഈ ചിത്രം. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിലെ ഭൂതത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മൊബൈൽ ഭൂതം. രണ്ടാമത്തെ ചിത്രത്തിൽ ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു വ്യക്തിയുടെ ഓപ്പറേഷനുള്ള തുക കണ്ടെത്തുന്നതിനെ പറ്റിയാണ് പറയുന്നത്. മൊബൈൽ ഫോൺ വഴി സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെട്ടെന്നാണ് ഇന്ന് ഓരോ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തുന്നത്. അതുവഴി പലർക്കും അതൊരു സഹായമാവുകയും ജീവൻ വരെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അത് സമൂഹ നന്മയ്ക്കാവുകയും എന്നാൽ അതിന്റെ ദുരുപയോഗം സാമൂഹ്യ തിന്മയ്ക്കാവുകയും, ചിലത് നന്മയ്ക്കാവും എന്നാൽ അത് ദുരുപയോഗം ചെയ്താൽ തിന്മയ്ക്കാവുകയും അല്ലെ. സമൂഹ
സമൂഹ തിന്മയ്ക്കാവുകയും ചെയ്യുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രങ്ങൾ. അപ്പൊ മക്കളെ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങള് ഈ ചിത്രം തരാണെങ്കിൽ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. എന്നിട്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെതാണെങ്കിൽ ഇതിലുള്ള കുറെ പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാട്ടോ. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടതാണ്. അപ്പൊ നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പഠിക്കുക. പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇനി ടീച്ചർ മാരത്തോണുകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മാരത്തോണൊക്കെ കാണുക. കോണ്ടന്റ് വീഡിയോ, ഷോർട്ട് വീഡിയോസ് ഒക്കെ ടീച്ചർ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ സെറ്റ്, അടുത്ത ക്ലാസ് കാണാം.